പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, അറിയാലോ അല്ലേ? പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഓക്കെ, പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്തു. അത് സെന്ററിലേക്ക് കൊണ്ടുവരും, അദ്ദേഹത്തെ കാണാൻ അവസരം കൊടുക്കും. ഈ പ്രസന്റേഷൻ ആണെങ്കിൽ 5 മിനിറ്റ് സമയമുള്ളൂ കേട്ടോ. ഓക്കെ. ശരി, എന്തായാലും ഞാൻ തുടങ്ങാം. കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല, എന്തൊക്കെയായാലും ഞാൻ തുടങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജനറലായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ പ്ലാനിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 30 വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തില് അധികമായ ജനറേഷൻ ഒന്നും ഉണ്ടാവാത്തതിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നമുക്കറിയാലോ, ഇതിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. നോ ക്ലിയർ വിഷൻ ആൻഡ് റോഡ് മാപ്പ് ഓർ പ്ലാൻ എൻവിസേജ്. പക്ഷെ ഒരു ആറി വേണമെങ്കിൽ ഹാർനസ് ചെയ്യണം, കൊയ്തെടുക്കണം. കൃഷിക്കാരെ ഏൽപ്പിക്കുന്ന പോലെ ഏൽപ്പിച്ചിട്ട് അത് കൊയ്തെടുക്കാൻ പറ്റും. അത് കൊയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രിഡ് അതിന് വേണ്ടിയിട്ട് പരുവപ്പെടുത്തിയത്. അങ്ങനെ ഗ്രിഡ് പരുവപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യങ്ങളും നാളിതുവരെ KSEB ചെയ്യുന്നില്ല. അതിന് വേണ്ടുന്ന നെറ്റ്വർക്കുകളിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളും ഓട്ടോമേഷനും ഒന്നും ചെയ്യാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ആ പ്രശ്നങ്ങൾ KSEB അല്ലെങ്കിൽ ലൈസൻസി അല്ലെങ്കിൽ KSRC റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കി അവരെ പരുവപ്പെടുത്തുന്നതിന് പകരം അതെല്ലാം കൂടെ കൺസ്യൂമറുടെയോ പ്രൊസ്യൂമറുടെയോ തല വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാം. രണ്ടാമത്തെ കാര്യം, ഇത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഡു നോട്ട് പ്രൊമോട്ട് ക്യാപ്റ്റീവ് ജനറേഷൻ ബൈ ദ കൺസ്യൂമേഴ്സ് ആണ്. കാരണം നമുക്ക് ഇത് സോ മെനി റെസ്ട്രിക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ആക്ടിൽ സെക്ഷൻ 9 ക്യാപ്റ്റീവ് കൺസ്യൂമർക്ക് വേണ്ടി പറയുന്ന പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും തന്നെ കൺസ്യൂമറും പ്രൊസ്യൂമറും ഒരു ക്യാപ്റ്റീവ് കൺസ്യൂമറാണ്. അവർക്ക് അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ആ റൈറ്റുകളെല്ലാം നമ്മളിവിടെ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അതാണ് ഒന്നാമത്തെ അടുത്തൊരു കാര്യം. പിന്നെ പറയുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം 2070 നമ്മളുടെ ഇലക്ട്രിസിറ്റി നെറ്റ് സീറോയിലേക്കാണ് രാജ്യം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ നെറ്റ് സീറോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊമെന്റ് ആവശ്യമുണ്ട്. ആ മൊമെന്റം കൊണ്ടുവരാനായിട്ടാണ് ഈ പോളിസികളും എല്ലാം നോക്കുന്നത്. ആ പോളിസികൾ വരുമ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ജനറേഷൻ നോൺ ഫോസിൽ ഫ്യൂൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആ ഒരു മൊമെന്റം ശരിക്കും പറഞ്ഞാൽ കെടുത്തി കളയുന്നതുണ്ടോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മൊമെന്റത്തെ കെടുത്തി കളയുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് സംശയം. പറഞ്ഞ അടുത്തായിട്ട് പറയാം. പിന്നെ ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ് നോൺ കോംപ്ലയൻസ് വിത്ത് ഹൈറാർക്കിക്കൽ ലോസ് ആൻഡ് പോളിസീസ്. ഇലക്ട്രിസിറ്റി ആക്ടിന്റെ അറിയാൻ പറയാം സെക്ഷൻ 9 നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊസ്യൂമേഴ്സ് ആൻഡ് ക്യാപിറ്റൽ കൺസ്യൂമേഴ്സ് ക്യാപിറ്റൽ കൺസ്യൂമേഴ്സ് ആണ്. പ്രൊസ്യൂമേഴ്സ് ക്യാപിറ്റൽ കൺസ്യൂമേഴ്സ് ആണ്. അവർക്ക് ആ ക്യാപിറ്റൽ കൺസ്യൂമർക്ക് കൊടുക്കുന്ന എല്ലാ റൈറ്റിനും അവകാശമുണ്ട്. അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇക്വലന്റ് ജനറേറ്റർ നോർമൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇൻജക്ഷൻ ടു ഇലക്ട്രിസിറ്റി ട്രീറ്റ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ ആ ഒരു അവകാശം അവർക്ക് ഇതിൽ നിന്ന് ഡിലേ ചെയ്താക്കണം. ആൾക്കാർ ഇവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് അവർക്ക് വെച്ചിരിക്കുന്നു. അടുത്തത് പറയുകയാണെങ്കിൽ സെക്ഷൻ 62(3) പ്രകാരം, അതായത് നമ്മൾക്ക് കൺസ്യൂമറുടെ താരിഫ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ലോഡ് ഫാക്ടർ, പവർ ഫാക്ടർ, വോൾട്ടേജ്, ടോട്ടൽ കൺസംപ്ഷൻ ഒക്കെ വെച്ചാൽ. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു താരിഫ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പീക്ക് അവർ ഡിഫറൻസിയേഷൻ, ഇതുപോലെ ഡിഫറൻസിയേഷനും മീറ്ററിന്റെ ഇൻസ്റ്റലേഷനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണ്. അത് ചെയ്യാനായിട്ട് അത് CAയുടെ റെഗുലേഷന് അതുപോലെയുള്ള ഈ പറയുന്ന ആക്ടിന് വിരുദ്ധമാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻസ്റ്റൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ലൈസൻസിക്കാണ്. ലൈസൻസ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കൺസ്യൂമറെ തല വെക്കേണ്ട ആവശ്യമില്ല. കൺസ്യൂമറിനെ അതിനുവേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ഒപ്പീനിയൻ. അടുത്തത് നോൺ കംപ്ലയൻസസ് വിത്ത് എനർജി കൺസർവേഷൻ ആക്ട്. എനർജി കൺസർവേഷൻ ആക്ടിന്റെ 2010-2023 അതിന്റെ അണ്ടർ സെക്ഷൻ 63 പ്രകാരമുള്ള ഇത് പ്രകാരം ശരിക്കും പറഞ്ഞാൽ RPOയുടെ ഇതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വരുന്ന RPO കംപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് ഇവിടെ ഇതിനകത്ത് കണ്ടു കാണുന്നില്ല. അതിന് RPOയുടെ ഇപ്പോഴുള്ള RPO എനർജി ആക്ട് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ ആണ്. മറ്റേ നോട്ടിഫിക്കേഷൻ MOPയുടെ നോട്ടിഫിക്കേഷൻ 2010-2023 നോട്ടിഫിക്കേഷന് പ്രകാരമുള്ള ഒരു ടേബിൾ ഇത് മോഡിഫൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തത് താരിഫ് പോളിസി. അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഒരു ടേബിൾ നിങ്ങൾക്ക് ലോഡിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ, അതായത് നെറ്റ് നമുക്ക് ഇൻജക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഇൻജക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ലോഡ് കുറയുകയായിരുന്നത്. അതായത് ബേസിക്കലി നെറ്റ് ലോഡിങ് ഓഫ് എ ഗ്രിഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഡ്രോൺ മൈനസ് ഇലക്ട്രിസിറ്റി ഇൻജക്റ്റഡാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ പറയുന്ന ഒരു കൺസ്യൂമർക്ക് വേണ്ടിയിട്ട് ഗ്രിഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജസ് വെക്കുക?
അവർക്ക് ഒരു കണക്ട് ലോഡിന്റെ താഴെ ആകുമ്പോൾ യാതൊരു കാരണവശാലും അവർക്ക് ഒരു ഗ്രിഡും വേണ്ടി വരില്ല. അവരുടെ കണക്ട് ലോഡിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രിഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഫീസ് വാങ്ങിക്കുന്നുണ്ട്, ഫിക്സഡ് ചാർജ് മേടിക്കുന്നുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് മേടിക്കാനായിട്ട് യാതൊരു പ്രശ്നമില്ല. ദേ ഹാവ് ദ റൈറ്റ്. ഒരു കൺസ്യൂമറിന്റെ അതേ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അവർ ഇത് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മളുടെ 3 ഫേസിലേക്ക് 3 സോണിലേക്ക് മാറ്റി വാങ്ങുമ്പോൾ ഈ മാറ്റി വാങ്ങുന്നതിന് അധിക ചാർജ് വരുന്നു എന്നുള്ളത് ഇപ്പം 2023-24 അന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഡൂയിങ് അപ്പ് നോക്കി കഴിഞ്ഞാല് 1.33% ആകെ ഇലക്ട്രിസിറ്റി അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ സോളാറിന്റെ ജനറേഷന്റെ അത് 6% ഉപയോഗിക്കുന്നുള്ളൂ. ആ ജനറേഷൻ സേവ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അപ്പൊ സോളാർ ജനറേഷൻ സോളാർ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത്രയും പകല് അത്രയും ഹൈഡ്രോ സേവ് ചെയ്യപ്പെടുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ റിയൽ ടൈം ഡേറ്റ ഇല്ലാതെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രസ്യൂം ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴി പറയുന്ന റിയൽ ടൈം ഡേറ്റയാണ് ഇമ്പോർട്ടന്റ്. നമ്മൾക്ക് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി നോക്കുമ്പോൾ അതിനകത്ത് എത്രമാത്രം ലോഡ് ഉണ്ട്, അതുകൊണ്ട് അൺബാലൻസിങ് 5 kW വരെ സിംഗിൾ ഫേസ് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് 3 kW മാറ്റും. എന്ത് പ്രയോജനം എനിക്ക് മനസ്സിലാകുന്നില്ല. 99% ഇലക്ട്രിസിറ്റിയും സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുകയും അത് ആൾക്കാർക്ക് സൗകര്യം പോലെ സ്വിച്ച് ഓൺ ചെയ്യാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ സൗകര്യം ഉള്ളപ്പോൾ അവർ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫേസിലെ ലോഡ് കുറയുകയായി എന്ന്. അപ്പൊ അത് അങ്ങോട്ട് പോകുമ്പോൾ അൺബാലൻസിങ് ഒക്കെ നോക്കുമ്പോൾ അതിന്റെ ലോഡ് പ്രൊഫൈൽ ടൈം ബേസ്ഡ് ലോഡ് പ്രൊഫൈൽ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള AMI സ്മാർട്ട് മീറ്റർ ടൈം ബേസ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിനുശേഷം റിയൽ ടൈം ഡേറ്റയും ലോഡ് പ്രൊഫൈലും കണ്ടുപിടിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗ്രിഡിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ ഹാർനസ് ചെയ്യുന്നതിന് പകരം ഈ വക കോംപ്ലിക്കേഷൻസ് എല്ലാം കൺസ്യൂമറുടെയും പ്രൊസ്യൂമറുടെയും തലയിൽ വെക്കുന്നതോട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ഈ അപ്രോച്ച് കൊണ്ട് ഗ്രിഡ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. താരിഫ് കൂടുതൽ. Please conclude. Okay, that's all. Okay, thank you.